ഹലോ കൂട്ടുകാരെ, അങ്ങനെ ദേ ഇന്ന് കുമ്പളങ്ങ കുറച്ച് എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ കുറച്ച് ദിവസമായി വാങ്ങിച്ചു. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് വെക്കാനുള്ള കുമ്പളങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ തോരനായിട്ട് വെച്ചു. അപ്പോൾ ഇതേ കുമ്പളങ്ങ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ട് തക്കാളിയും എടുത്ത് വെച്ചു. അപ്പോൾ നമുക്ക് പരിപ്പിട്ട് വെക്കാമെന്ന്. അങ്ങനെ ഇതേ പരിപ്പും എടുത്ത് വെച്ചു. കടലപ്പരിപ്പാണ് ഉണ്ടായിരുന്നത്. മറ്റേ സാധാരണ പരിപ്പാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഇതേ കുക്കറിൽ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടലപ്പരിപ്പ് എല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കി ഇട്ടിട്ട് ഇത്തിരി പച്ചമുളകും വെളുത്തുള്ളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലോണം അത് വേവിക്കാനായിട്ട് വെച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഇത്തിരി തേങ്ങയും ചിരണ്ടി വെച്ചു. തേങ്ങയും ഇച്ചിരി നല്ല ജീരകം, ഉള്ളി, മഞ്ഞൾപ്പൊടി കൂടി നല്ലോണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം അത് അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതേ പരിപ്പ് വെന്തപ്പോഴേക്കും പരിപ്പ് ഒരു 5-6 വിസിൽ വേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും കുമ്പളങ്ങയും തക്കാളിയും കൂടി ഇട്ടിട്ട് ഒരു വിസിൽ അടിച്ച് അതൊന്ന് മാറ്റി വെച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ചട്ടി വെച്ചിട്ട് അതിൻ്റെ അകത്തായിട്ട് ഇത്തിരി കടുകും പൊട്ടിക്കാനായിട്ടിട്ടു. ഇത്തിരി ഉള്ളിയും വേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുത്തേച്ചോണി കുക്കറിൽ വെന്തതും അരപ്പും കൂടി ഉള്ളതും കൂടി ഇട്ട് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് അടുപ്പത്തേക്ക് വെച്ചു. അങ്ങനെ ഓക്കെ.